ഹലോ എവരി വൺ. നിങ്ങളെല്ലാവരും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബ്രില്യൻ്റ് തയ്യാറാക്കിയിരിക്കുന്ന ഒരു BSO പ്രോഗ്രാമിൻ്റെ കോഴ്സ് എന്തൊക്കെയാണെന്നും അതിനകത്ത് വരുന്ന കണ്ടൻറ്റുകൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കിയാൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് ബയോളജിയാണ് പറയുന്നത് കേട്ടോ. ബയോളജിയിലെ ഡിസ്കഷനാണ് പറയുന്നത്. ബയോളജിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ബയോളജി നിങ്ങൾക്ക് ആദ്യം പഠിക്കാനുള്ള റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. എന്താ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുക അല്ലേ. ശ്വസിക്കുമ്പോൾ എന്താ അകത്തേക്ക് എടുക്കുന്നത് ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ റെസ്പിറേഷൻ നടത്തുമ്പോൾ, ഹ്യൂമൻ ബീയിങ്സിൽ റെസ്പിറേഷൻ നടത്തുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്? ഓക്കെ, എന്താണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിനെ എന്ത് ചെയ്യാണ്? മുറിക്കുകയാണ്, ഫുഡിനെ ബ്രേക്ക് ചെയ്യാണ്. എന്ത് വെച്ചാണ് നമ്മൾ ഫുഡിനെ ബ്രേക്ക് ചെയ്യുന്നത്? നമ്മൾ ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ട് ഫുഡിനെ ബ്രേക്ക് ചെയ്തിട്ട് അത് എന്ത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനർജി ബോഡിക്ക് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രിയൻസിനെ ബ്രേക്ക് ചെയ്യുന്ന എന്തുപയോഗിച്ച്? ഓക്സിജൻ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ റെസ്പിറേഷൻ നമ്മുടെ ബോഡിക്കകത്ത് നമ്മുടെ എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ സെല്ലിലാണ് നടക്കുന്നത്. എവിടെ നടക്കുന്നത്? സെല്ലിലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ റെസ്പിറേഷനെ പറ്റിയാണ് അപ്പം ഈ ഒരു നിങ്ങൾക്ക് ബയോളജിയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് എനർജി ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ബോഡി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വളർച്ച ഗ്രോത്തിന് വേണ്ടിയിട്ട്, റിപ്പയറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ല, ഓക്സിജൻ ഇല്ലാതെ ബോഡി എനർജി ഉണ്ടാക്കുമ്പോൾ എന്താ വിളിക്കുന്നത്? നമ്മൾ അനേറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കും. ഓക്സിജൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എനർജി ഉണ്ടാക്കുന്നത് വിളിക്കുന്നത് എയറോബിക് റെസ്പിറേഷൻ എന്നാണ് വിളിക്കുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മുടെ ബോഡിയിലെ റെസ്പിറേറ്ററി സിസ്റ്റം എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയണം അല്ലേ. ആദ്യത്തെ ചാപ്റ്റർ റെസ്പിറേഷൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ റെസ്പിറേഷൻ സഹായിക്കുന്ന എന്തൊക്കെ അവയവങ്ങൾ നമുക്കുണ്ട്, ബോഡി പാർട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയണം. നോക്കി ഏതൊക്കെയാണെന്ന്. ഒന്ന് നമ്മുടെ നോസ്ട്രിൽസ് ആണ്. നമ്മുടെ മൂക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, നോസ്ട്രിൽസ് ഉണ്ട്. ഇവിടെ കാണാം ഈ പടത്തിൽ, ഇതാണ് നോസ്ട്രിൽസ് എന്ന് പറയുന്ന ഏരിയ അല്ലേ. നേസൽ പാസേജ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നോസ്ട്രിൽസ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് എന്തുണ്ട്? ഒരു ട്രക്കിയ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് വിൻഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രക്കിയ കാണാൻ പറ്റും. പിന്നെന്താണ്? താഴേക്ക് വരുമ്പോൾ ലങ്സ് ഉണ്ട്. ലങ്സിൽ എന്തുണ്ട്? വായു അറകൾ അല്ലെങ്കിൽ ആൽവിയോള എന്നൊരു സാധനം കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനെപ്പറ്റി, ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്താണ്, ഇതെങ്ങനെയാണ് നമ്മുടെ റെസ്പിറേഷനെ സഹായിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് ബ്രീത്തിങ് പ്രോസസ്സാണ്. എന്താണ് ബ്രീത്തിങ് പ്രോസസ്സ്? അപ്പോൾ ബ്രീത്തിങ് പ്രോസസ്സിൽ നമ്മൾ എന്താണ്? അകത്തേക്കും പുറത്തേക്കും വായു എടുക്കുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രീത്തിങ് എന്ന് വിളിക്കുന്നത്. രണ്ട് പ്രോസസ്സാണ്. ഇതൊക്കെയാണ് ഇൻഹേലേഷനും പിന്നെ എന്താണ്? എക്സ്ഹേലേഷനും. ബോഡി എയർ അകത്തേക്ക് എടുക്കുന്നത് നമ്മൾ എന്താ വിളിക്കുക? ഇൻഹേലേഷനും. പുറത്തേക്ക് വിടുമ്പോൾ എന്താ വിളിക്കുക? എക്സ്ഹേലേഷൻ. അപ്പോൾ ഇൻഹേലേഷനും എക്സ്ഹേലേഷനിലും നമ്മുടെ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന് ഏതൊക്കെ ബോഡി പാർട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്, ഏതൊക്കെ മസിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമതായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മുടെ 7ാമത്തെ സ്റ്റാൻഡേർഡ് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ് നോക്കിയതാണ് ഡൈജഷൻ ഇൻ ഹ്യൂമൻ ബീയിങ്സ്. ഡൈജഷൻ എന്താ? ഡൈജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ചെറിയ പീസാക്കി എന്താണ്? ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ് ഇൻ ടു സിമ്പിൾ സബ്സ്റ്റൻസസ് എന്നാണ്. എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ ചെറിയ പീസുകളാക്കി മുറിക്കുക, എന്നിട്ട് അത് നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അല്ലേ. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫുഡ് ഇൻ ടു സിമ്പിൾ സബ്സ്റ്റൻസസ്, അതാണ് നമ്മൾ എന്ത് വിളിക്കുക? എന്താണ്? ഡൈജഷൻ എന്ന് വിളിക്കുക. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രിയൻസും എനർജിയും ബോഡിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്നതെന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെന്താണ്? വാട്ട് ഈസ് ദ എൻസൈം ഇൻ സലൈവ? ഏതായിരുന്നു നമ്മൾ പഠിച്ചല്ലോ? നമ്മുടെ സലൈവറുള്ള എൻസൈം ഏതായിരുന്നു? സലൈവറി അമിലേസ്. എന്താണ്? സലൈവറി അമിലേസ്. രണ്ട്, വിച്ച് ഓർഗൻ സെക്രീറ്റ് ബൈൽ? ബൈൽ സെക്രീറ്റ് ചെയ്യുന്ന ഏതാണ്? ലിവർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഓർഗനാണ് എന്ത് ചെയ്യുന്നത്? ബൈൽ സെക്രീറ്റ് ചെയ്യുന്നത്. ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ലിവറാണ്. അത് ഓർത്ത് വെക്കുക, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ഈ ചാപ്റ്ററിൽ. പിന്നെന്താണ്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇൻ ദ സ്മോൾ ഇൻഡസ്റ്റൈൻ. അതെന്താണ്? നമ്മൾ പഠിക്കുമ്പോഴേ പറയത്തുള്ളൂ. എന്താണ്? സ്മോൾ ഇൻഡസ്റ്റൈനിൽ കാണപ്പെടുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ് വില്ലൈ. എന്താണ്? വില്ലൈ അല്ലെങ്കിൽ വില്ലസ് എന്ന് പറയും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡിനെ, ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ വെയർ ഈസ് ദ പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ടഡ്? പ്രോട്ടീൻ ഡൈജഷൻ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? പ്രോട്ടീൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റൊമക്കിൽ നിന്നാണ്. എവിടെ നിന്നാണ്? സ്റ്റൊമക്കിൽ നിന്നാണ്. അതെങ്ങനെയാണ്? അതിന് എന്തൊക്കെ എൻസൈമാണ് അവിടെ സഹായിക്കുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ വാട്ട് ഈസ് ദ വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഇൻ ദ ഈസോഫാഗസ് അല്ലേ. നമ്മുടെ ഈസോഫാഗസിലൂടെ ഫുഡ് താഴേക്ക് പോകുമ്പോൾ ആ മൂവ്മെൻറ്റ് എന്തായിരുന്നു പറഞ്ഞത്? പെരിസ്റ്റാൾസിസ്. എന്തായിരുന്നു? പെരിസ്റ്റാൾസിസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബോഡിയിലെ ഡൈജഷനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായി നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 3ാമത്തെ ചാപ്റ്ററാണ് 7th സ്റ്റാൻഡേർഡിലെ.
അത് ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ് എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രീൻ പ്ലാന്റ്സ് അല്ലേ. ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഹരിത സസ്യങ്ങൾ അവരുടെ ആഹാരം നിർമ്മിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോട്ടോസിന്തസിസ്. അതിനുവേണ്ടി അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, സൺലൈറ്റ് ആവശ്യമുണ്ട്, വാട്ടർ ആവശ്യമുണ്ട്, കാർബൺ ഡയോക്സൈഡ് ആവശ്യമുണ്ട്, പിന്നെ ക്ലോറോഫിൽ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെന്ത് ഗ്ലൂക്കോസ് ആണ് ഇവരെന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇവരുടെ ഫുഡ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലൂക്കോസ് ആണ്. അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് അവരെന്ത് റിലീസ് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സസ്യങ്ങൾ സൺലൈറ്റ്, വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, ക്ലോറോഫിൽ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്, പിന്നീട് എങ്ങനെയാണ് ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നത്, ഓക്സിജൻ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് സസ്യങ്ങളുടെ അല്ലെ പ്ലാന്റ്സിൻ്റെ ലീഫിലാണ് അല്ലേ. പ്ലാന്റ്സിന് നമുക്കറിയാം റൂട്ടുണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫുണ്ട്, ഫ്ലവർ ഉണ്ട്, സീഡ് ഉണ്ട്, അങ്ങനെ പല ബോഡി പാർട്സ് നമുക്കവിടെ പറയാൻ പറ്റും പ്ലാന്റ്സിന്. അതിൽ തന്നെ ലീഫിലാണ് എന്ത് നടക്കുന്നത്, ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഫോട്ടോസിസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ലീഫിൻ്റെ സ്ട്രക്ചറോട് ഈ ചാപ്റ്ററിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യും. എന്തൊക്കെയാണ് ലീഫിൻ്റെ അനാട്ടമി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും പുറമേ നമുക്കൊരു കവറിങ് കാണാൻ പറ്റും. നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, എപ്പിഡെർമിസ് എന്ന് വിളിക്കാം. എന്താ വിളിക്കാം, എപ്പിഡെർമിസ് എന്ന് വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ മീസോഫിൽ സെൽ എന്നൊരു സെല്ല് കാണുന്നുണ്ട്. എന്താണ് മീസോഫിൽ സെല്ല്? ഈ മീസോഫിൽ സെല്ലിൽ നമുക്ക് എന്ത് കാണാം, ചെറിയ ഒരു പിഗ്മെൻറ്റ് അടങ്ങിയ ഒരു സെൽ ഓർഗനൽസ് കാണാൻ പറ്റും. നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ പറയുന്നത് സൈലം ആൻഡ് ഫ്ലോയം, ഇങ്ങോട്ട് വാട്ടറും മിനറൽസും ഒക്കെ എത്തിക്കുന്ന സൈലവും, പിന്നെ അവിടുന്ന് പ്രിപ്പയർ ചെയ്ത ഫുഡിനെ പ്ലാന്റ്സിൻ്റെ എല്ലാ ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്ന ഫ്ലോയം എന്ന് പറയുന്നൊരു ട്യൂബ്. അങ്ങനെ 2 വെസൽ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ സ്റ്റൊമാറ്റ എന്ന് പറയുന്നൊരു സ്ട്രക്ചർ നമ്മുടെ ലീഫിലുണ്ട്. സ്റ്റൊമാറ്റ ഇവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റും. എന്താണ് സ്റ്റൊമാറ്റ എന്നൊരു സ്ട്രക്ചറുണ്ട്. ഈ സ്റ്റൊമാറ്റയിൽ കൂടെയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഫോട്ടോസിന് വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് എടുക്കുകയും അതിന് ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്ന ഫോട്ടോസിന്തസിന് ശേഷം ഉണ്ടാകുന്ന ഓക്സിജൻ റിലീസ് ചെയ്യുന്നതിൽ കൂടിയാണ് ഈ ഒരു സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ കൂടിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കി ഇപ്പോൾ നമ്മൾ കേട്ടത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. നോക്കി എന്താണ്, വിച്ച് പിഗ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. നമ്മളെ അറിയാം, ഇപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ ഏത് പിഗ്മെൻ്റ് ആണ് ഫോട്ടോസിന്തസിന് സഹായിക്കുന്നത്, ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ്. വാട്ട് ഗ്യാസ് ഈസ് അബ്സോർബ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് ഏത് ഗ്യാസാണ് അവർ അബ്സോർബ് ചെയ്യുന്നത്, ഏത് ഗ്യാസാണ് അബ്സോർബ് ചെയ്യുന്നത്, കാർബൺ ഡയോക്സൈഡ്. ഏത് അബ്സോർബ് ചെയ്യുന്നത്, കാർബൺ ഡയോക്സൈഡ് ആണ് അബ്സോർബ് ചെയ്യുന്നത് അല്ലേ. വിച്ച് സെൽ ഓർഗനൽ കണ്ടെയ്ൻ ക്ലോറോഫിൽ അല്ലേ. ക്ലോറോഫിൽ എന്ന് പറയുന്ന ഗ്രീൻ കളർഡ് പിഗ്മെൻറ്റ് കാണുന്നത് ഏത് സെൽ ഓർഗനിലായിരുന്നു, ക്ലോറോപ്ലാസ്റ്റ്. എന്താണ്, ക്ലോറോപ്ലാസ്റ്റിലാണ് കാണുന്നത്. വാട്ട് ഈസ് ദ ഫുഡ് മെയ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. എന്താണ് സസ്യങ്ങൾ ഫുഡ് എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന, സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ എന്താ വിളിച്ചത് നമ്മൾ, ഗ്ലൂക്കോസ്. എന്താ വിളിച്ചത്, ഗ്ലൂക്കോസ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. ഇത് കൂടാതെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ മക്കളെ, നമുക്കിനി 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള 4ാമത്തെ ഒരു ഏരിയയാണ്, 4ാമത്തെ ചാപ്റ്ററാണ് ഫോറസ്റ്റ്. എന്താണ് ഫോറസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ വനം, അവർ ലൈഫ് ലൈൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നമ്മളെ ജീവിതത്തിനെ സഹായിക്കുന്ന ഒരു പ്രകൃതിയുടെ ഒരു ഏരിയയാണ് ഇത് ഫോറസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ വനങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഫോറസ്റ്റ് നോക്കിയേ. അപ്പോൾ നമുക്കറിയാം ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉള്ളത്, വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആണുള്ളത് അല്ലേ. ലാർജ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്. ഇനി ഫോറസ്റ്റ് നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട്, നമുക്ക് ശ്വസിക്കാൻ വേണ്ടി ഓക്സിജൻ തരുന്ന ആരാണ്, ഫോറസ്റ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഫോറസ്റ്റിൽ നിന്നും സസ്യങ്ങൾ ഫോട്ടോസ് നടത്തി പുറത്ത് വിടുന്ന ഓക്സിജനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫോറസ്റ്റ് നമുക്ക് എന്ത് തരുന്നുണ്ട്, ഓക്സിജൻ തരുന്നുണ്ട്, ഫുഡ് തരുന്നുണ്ട്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ തേൻ, ഇങ്ങനെയൊക്കെയുള്ള പല ഫുഡ് ഐറ്റംസ്. പിന്നെ മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്, മെഡിസിൻ തരുന്നുണ്ട്. പിന്നെ എന്താണ്, റോ മെറ്റീരിയൽസ്, ശരി, നമുക്ക് നിത്യജീവിതത്തിന് ആവശ്യമായ പല റോ മെറ്റീരിയൽസും ഇവിടെ നിന്നാണ് തരുന്നത്, നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഫോറസ്റ്റിനെ അറിയപ്പെടുന്നത് എന്താണ്, ഗ്രീൻ ലങ്സ് ഓഫ് എർത്ത് എന്ന് അറിയപ്പെടുന്നത്, ശരിയല്ലേ. ഈ ഭൂമിയുടെ ശ്വാസകോശം അല്ലെ ലങ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്, നമുക്കറിയാം ഈ ഭൂമിയിലെ ഓക്സിജൻ നമുക്ക് മനുഷ്യന് അല്ലെങ്കിൽ അനിമൽസിന് നിലനിൽക്കാൻ എന്താവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്. ഈ ഓക്സിജൻ എവിടെ നിന്നാണ് വരുന്നത്, ഫോറസ്റ്റിൽ നിന്നുള്ള ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടത്തി അവർ റിലീസ് ചെയ്യുന്ന ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ വേണ്ടി എടുക്കാം അല്ലേ. അപ്പം ഫോറസ്റ്റിനെ എന്ത് വിളിക്കാൻ, നമുക്ക് ഗ്രീൻ ലങ്സ് ഓഫ് എർത്ത് എന്ന് വിളിക്കാൻ പറ്റും, ഗ്രീൻ ലങ്സ് ഓഫ് എർത്ത് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ കമ്പോണൻസ് ഓഫ് ഫോറസ്റ്റ് നോക്കി ഞാൻ പറഞ്ഞു എന്തൊക്കെയുണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, സോയിൽ ആൻഡ് വാട്ടർ ഉണ്ട്, എയർ ആൻഡ് സൺലൈറ്റ് അല്ലേ. വ്യത്യസ്തങ്ങളായ അനിമൽസ് കാണാൻ പറ്റും, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് കാണാൻ പറ്റും, സോയിലുണ്ട്, വാട്ടർ ഉണ്ട്, പിന്നെ എയർ ഉണ്ട്, നല്ല പ്യുവർ ഫ്രഷ് എയർ കാണാൻ പറ്റും. പിന്നെന്താണ് സൺലൈറ്റ്, എന്താണ് സൂര്യപ്രകാശം. ഇതൊക്കെ എന്താണ് ഫോറസ്റ്റിൻ്റെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നോക്കി നമ്മൾ ഇനി ഫോറസ്റ്റിൽ പഠിക്കേണ്ട ഒരു മേജർ ഏരിയ ആണ് എന്തെന്നറിയാമോ, ഫുഡ് ചെയിൻ. എന്താണ് ഫുഡ് ചെയിൻ, എന്താണ്
എന്താണ് ഫുഡ് ചെയിൻ. എന്താണ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ആരെ കഴിക്കുന്നു, അയാളെ ആര് ആഹാരമാക്കുന്നു, അങ്ങനെ എനർജി അല്ലെങ്കിൽ മാറ്റർ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ചെയിൻ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പം നോക്കി ഇവിടെ നമ്മൾ പറയുമ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ എല്ലാം എനർജി ഫ്ലോ ആണ് നടക്കുന്നത്, ശരിയല്ലേ? അത് ആദ്യം ഉണ്ടാകുന്ന ഇവിടെ നിന്നാണ്, പ്ലാന്റ്സിൽ നിന്നും അനിമൽസിലേക്ക് എനർജി ഫ്ലോ നടക്കുകയാണ്. എങ്ങനെയാണ്? ഫുഡ് കഴിക്കുന്നത് വഴി. പ്ലാന്റ്സിനെ ആര് കഴിക്കും? അനിമൽസ് കഴിക്കും. അനിമൽസിനെ ആര് കഴിക്കും? ഹയർ അനിമൽസ് കഴിക്കും, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ഇവിടെ എക്സാമ്പിൾ നമ്മൾ ഫോറസ്റ്റിൽ നടക്കുന്ന ഒരു ഫുഡ് ചെയിൻ പറയുകയാണെങ്കിൽ എന്താണ്? ഗ്രാസ് ഉണ്ട് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സിനെ ആര് കഴിക്കുന്നു? ഡിയർ കഴിക്കുന്നു, ശരിയല്ലേ? ഡിയറിനെ ആര് ആഹാരമാക്കുന്നു? ടൈഗർ ആഹാരമാക്കുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? പ്ലാന്റ്സ് സൺലൈറ്റ് ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് നടത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എനർജി അത് മാന് കിട്ടുന്നു, ഡിയറിന് കിട്ടുന്നു, ശരിയല്ലേ? ഡിയർ അത് ആർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഡിയറിനെ കഴിക്കുന്നത് വഴി അത് ആർക്ക് കിട്ടുന്നു? ടൈഗറിന് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ലെവലിൽ കൂടി എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ എനർജി ട്രാൻസ്ഫർ നടക്കുകയാണ്. അപ്പോൾ ഇതിനെ പറ്റി എങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നത്, എത്രത്തോളം എനർജി ട്രാൻസ്ഫർ ആകുന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത ഡീഫോറസ്റ്റേഷൻ റിട്ടേൺ നമ്മൾ പഠിക്കണം. എന്താണ് ഡീഫോറസ്റ്റേഷൻ റിട്ടേൺ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എന്താണ്? കട്ടിംഗ് ഡൗൺ ഫോറസ്റ്റ്, അല്ലേ? നമ്മൾ മരങ്ങൾ മുറിച്ച് കളയുവാണ്, അല്ലെ? ഫോറസ്റ്റിലുള്ള മരങ്ങൾ മുറിച്ച് കളഞ്ഞിട്ട് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി നശിപ്പിക്കുകയും തന്മൂലം നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി സംഭവിക്കും, ശരിയല്ല? പിന്നെന്താണ്? സോയിൽ ഇറോഷൻ സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡീഫോറസ്റ്റേഷൻ എന്നുള്ള ടേം പഠിക്കണം. പിന്നെന്താണ് നമ്മൾ പഠിക്കേണ്ടത്? കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് എന്നുള്ള ടേമാണ്. എന്താണ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോറസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ് എഫോറസ്റ്റേഷൻ ആണ്. എന്താണ്? പ്ലാന്റിംഗ് ട്രീസ്, നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. പിന്നെന്താണ്? നമ്മൾ ഫോറസ്റ്റ് ലോസും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിലുള്ള നിയമങ്ങൾ നമ്മൾ കർശനമായിട്ട് അനുസരിക്കണം അല്ലെങ്കിൽ പാലിക്കണം. പിന്നെന്താണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ ഉണ്ട്. ഈ വൈൽഡ് അനിമൽസിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സാങ്ച്വറീസ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ അതിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കണം. പിന്നെന്താണ്? റെഡ്യൂസിങ് പേപ്പർ ആൻഡ് വുഡ് വേസ്റ്റേജ്. നമുക്കറിയാം പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി എന്താവശ്യമാണ്? ധാരാളം തടികൾ ആവശ്യമാണ്, അല്ലേ? മരങ്ങളിൽ നിന്നുള്ള തടികളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് പേപ്പർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറയ്ക്കണം. പിന്നെന്താണ്? പേപ്പർ യൂസേജ് കുറയ്ക്കുക, പിന്നെ തടികളുടെ ഉപയോഗം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തിന് സഹായിക്കുന്നതാണ്? കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റിന് സഹായിക്കുന്ന ചില ഫാക്ടേഴ്സാണ്. പിന്നെ നോക്കി ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്താകും? ഒന്ന്, വാട്ട് ആർ ഫോറസ്റ്റ് കാൾഡ് ബിക്കോസ് ദേ ആർ ഗിവ് ഓക്സിജൻ, ശരിയല്ലോ? ഫോറസ്റ്റ് നമുക്ക് ഓക്സിജൻ തരുന്നത് കൊണ്ട് നമ്മൾ ഫോറസ്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? എന്തായിരുന്നു? ലങ്സ് ഓഫ് എർത്ത്, അല്ലേ? എന്താണ്? ലങ്സ് ഓഫ് എർത്ത്. നമുക്ക് ഓക്സിജൻ തരുന്നത് കൊണ്ട് ഫോറസ്റ്റിൽ ഉള്ള സസ്യങ്ങൾ ഫോട്ടോസിന്തസിസ് നടത്തി നമുക്ക് എന്ത് തരുന്നു? ഓക്സിജൻ തരുന്നു. അപ്പോൾ ഓക്സിജൻ തരുന്നത് കൊണ്ട് നമ്മൾ ഫോറസ്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ലങ്സ് ഓഫ് എർത്ത് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ലങ്സ് ഓഫ് എർത്ത് എന്ന് വിളിക്കുന്നു. നെയിം വൺ ഡീകമ്പോസർ ഫൗണ്ട് ഇൻ ഫോറസ്റ്റ്. ഏതാണ്? നമുക്കറിയാം ഫംഗസ് ഉണ്ട്, പിന്നെന്താണ്? ബാക്ടീരിയ ഉണ്ട്, എർത്ത് വേം ഉണ്ട്. ഇതൊക്കെ എന്താണ്? ഫോറസ്റ്റിൽ കാണുന്ന ഡീകമ്പോസേഴ്സ് ആണ്. വിച്ച് പ്രോസസ് ഇൻ ട്രീ ആഡ്സ് മോയ്സ്ചർ ടു ദി എയർ. ആരാണ്? അത് നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. എന്താണ്? ട്രാൻസ്പിറേഷൻ ഒരു പ്രോസസ്സാണ്. എന്താണ്? ട്രാൻസ്പിറേഷൻ. സസ്യങ്ങൾ നടത്തുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ട്രാൻസ്പിറേഷൻ സസ്യങ്ങളുടെ ലീഫിൽ കൂടി വാട്ടർ വേപ്പർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സാണ് ഇത് ട്രാൻസ്പിറേഷൻ. അതുമൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ അറ്റ്മോസ്ഫിയർ എയർ എന്തായിട്ടിരിക്കും? എപ്പോഴും നല്ല മോയ്സ്ചർ ഉള്ളതായിട്ടും കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയും സഹായിക്കുന്നുണ്ട്. പിന്നെ നോക്കി, വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് എഫോറസ്റ്റേഷൻ? എന്താണ് എഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു? നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? എഫോറസ്റ്റേഷൻ എന്ന് വിളിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് ടേം എന്തായിരുന്നു? ഡീഫോറസ്റ്റേഷൻ. എന്തായിരുന്നു? ഡീഫോറസ്റ്റേഷൻ. നമ്മൾ മരങ്ങൾ കട്ട് ചെയ്ത് കളയുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? ഡീഫോറസ്റ്റേഷൻ എന്നാണ് വിളിക്കുക. അപ്പം ഇതും കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ. ഓക്കെ, 7ാം ക്ലാസ്സിൽ നമ്മൾക്ക് 5ാമത് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്ററാണ് ക്രോപ്പ് പ്രൊഡക്ഷൻ എന്നൊരു ഏരിയയാണ്. എന്താണ് ക്രോപ്പ് പ്രൊഡക്ഷൻ? എന്താണ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ? സാധാ സസ്യങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കത്തില്ല? ക്രോപ്പ് എന്ന് വിളിക്കത്തില്ല. ഒരു സസ്യങ്ങളെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെ നമ്മൾ ക്രോപ്പ് എന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അത് കൃഷി ചെയ്തെടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാവശ്യത്തിന്? ഫുഡിൻ്റെ ആവശ്യം. നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ഫുഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കൾച്ചർ ചെയ്തെടുക്കുകയാണ്, അല്ലെ? സ്വന്തമായിട്ട് വളർത്തിയെടുക്കുകയാണ്, കൃഷി ചെയ്തെടുക്കുന്നതിന്. അങ്ങനെയുള്ള സസ്യങ്ങൾ നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോപ്പ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ക്രോപ്പ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ പറയാം, വീറ്റ് നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റും, റൈസ്, മെയ്സ്, കോട്ടൺ, ഷുഗർ കെയിൻ, അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസിനെ വിളിക്കുന്ന പേരെന്താണ്? അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി, അല്ലേ? കൃഷി ചെയ്യുവാന്നല്ലേ പറയുന്നത്? ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ എന്താ വിളിക്കുക? കൃഷി ചെയ്യുവാന്നാണ് പറയുക, അല്ലേ? അപ്പോൾ അഗ്രികൾച്ചർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ക്രോപ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഏരിയയാണ് ടൈപ്സ് ഓഫ് ക്രോപ്സ്.
എന്താണ് ടൈപ്സ് ഓഫ് ക്രോപ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഈ നമ്മൾ സീസൺ വെച്ചിട്ടാണ് രണ്ടായിട്ട് തിരിച്ചേക്കുന്നത്. സീസൺ വെച്ച് നമ്മൾ ക്രോപ്സ് എന്താണ് കാരിഫ് ക്രോപ്സ് എന്നും പിന്നെ എന്താണ് റാബി ക്രോപ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് കാരിഫ് ക്രോപ്സ് പിന്നെ എന്താണ് റാബി ക്രോപ്സ്. എന്താ കാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ റെയിനി സീസണിൽ വളരുന്ന ക്രോപ്സ് ആണ്. എന്താണ് റെയിനി സീസണിൽ വളരുന്ന ഏതാണ്ട് ജൂൺ ഒക്ടോബർ മാസം വളരുന്ന ക്രോപ്സിനെ നമ്മൾ എന്താ വിളിക്കുക റെയിനി സീസൺ. അത് റൈസ് മൈസ് പിന്നെന്താണ് കോട്ടൺ ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് റാബി ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഗ്രോ ഇൻ വിന്റർ സീസൺ. ഇത് സീസണിൽ വളരുന്നത് വിന്റർ സീസണിൽ വളരുന്നതാണ് ഇത് റാബി ക്രോപ്സ്. അത് നമുക്ക് നവംബർ ഏപ്രിൽ മാസം പറയാൻ പറ്റും. ഉദാഹരണം അത് എന്താണ് വീറ്റ് ബാർലി മസ്റ്റാർഡ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ് നമ്മൾ റാബി ക്രോപ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഓർത്തിരിക്കുക ഏതൊക്കെയാണ് കാരിഫ് ക്രോപ്സും റാബി ക്രോപ്സും. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ആഡിങ് മാനുവർ. നല്ല ഒരു വിളവ് നമുക്ക് കിട്ടണമെങ്കിൽ നല്ല ക്രോപ്സിന് ഉണ്ടാവണമെങ്കിൽ എന്താണ് നല്ല ഈൽഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നന്നായിട്ട് എന്ത് ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ ഫെർട്ടിലൈസേഴ്സും പിന്നെ മാനുവറും ആഡ് ചെയ്യണം അല്ലേ. എന്താണ് മാനുവർ എന്ന് പറഞ്ഞാൽ മാനുവർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫെർട്ടിലൈസറാണ് ശരിയല്ല. മണ്ണിൽ കിട്ടുന്ന നാച്ചുറലി നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ വിളിക്കും നമ്മൾ അതിനെ നാച്ചുറൽ ഫെർട്ടിലൈസർ എന്ന് വിളിക്കും. ഇനി ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ അത് കെമിക്കൽ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പോഴാണ് കെമിക്കൽ ഫെർട്ടിലൈസറായി മാറുന്നത്. അത് പക്ഷേ ഒരു ഗുണം എന്താണ് നമുക്ക് ന്യൂട്രിയൻസ് പെട്ടെന്ന് പ്ലാന്റ്സിന് കിട്ടും. പെട്ടെന്ന് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ന്യൂട്രിയൻസ് ഡയറക്റ്റ്ലി നമ്മൾ ആഡ് ചെയ്യുവാണ്. അപ്പം എന്ത് വിളിക്കും നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് വിളിക്കും. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം ശരിയല്ലേ. ഈ പറഞ്ഞ മാനുവറിൻ്റെ ആണെങ്കിലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ആണെങ്കിലും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിലേക്ക് ഇത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി നിലനിർത്താനും ഹെൽത്തി ക്രോപ്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ്. പിന്നെ നമ്മൾ ക്രോപ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ് എന്ത് പെസ്റ്റ് കൺട്രോൾ അല്ലേ. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ക്രോപ്സിനെ ആക്രമിക്കുന്ന ഇൻസെക്റ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷ്മ ജീവികളെ നമ്മൾ എന്ത് വിളിക്കുന്നത് പെസ്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പെസ്റ്റ് എന്താ പ്രശ്നം പെസ്റ്റ് നമ്മുടെ ക്രോപ്സിനെ എന്ത് ചെയ്യുന്നു ഡാമേജ് ചെയ്യുന്നു. നമ്മുടെ ഈൽഡ് റെഡ്യൂസ് ചെയ്യുന്നു ശരിയല്ലേ. നമ്മുടെ ഈൽഡ് റെഡ്യൂസ് ചെയ്യാനും പിന്നെ എന്താണ് ക്രോപ്സിനെ ഡാമേജ് ചെയ്യാനും പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഈ പെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം അവിടെ പെസ്റ്റിസൈഡ് ഉപയോഗിക്കാൻ പറ്റും ശരിയല്ലേ. എന്ത് ഉപയോഗിക്കാൻ പറ്റും പെസ്റ്റിസൈഡ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്താണ് ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്. എന്താണ് ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ പെസ്റ്റിസൈഡ് എന്ന് പറയുമ്പോൾ അതെന്താണ് കെമിക്കൽസ് ആണ്. പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കെമിക്കൽസ്. പക്ഷേ നമുക്ക് ബയോളജിക്കൽ കൺട്രോൾ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് ഇതേ ഈ പെസ്റ്റിൻ്റെ തന്നെ നാച്ചുറൽ എനിമീസിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് കുറച്ചുകൂടെ എന്താണ് സൈഡ് എഫക്റ്റ് കുറഞ്ഞൊരു മെത്തേഡാണ് ഇത് നമ്മുടെ ബയോളജിക്കൽ കൺട്രോൾ. ഏത് പെസ്റ്റാണോ ആ പെസ്റ്റിൻ്റെ തന്നെ നാച്ചുറൽ എനിമീസിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാണ് നമ്മൾ ആ പെസ്റ്റിനെ അറ്റാക്ക് ചെയ്യിപ്പിക്കുകയാണ് ശരിയല്ല. അപ്പോൾ അങ്ങനെ അത് നശിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ എന്തൊക്കെയാണ് എക്സാമ്പിളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ചാപ്റ്ററിലെ ഒരു മെത്തേഡാണ് മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസ്. അപ്പോൾ നമ്മളിവിടെ മോഡേൺ എന്ന് പറയുമ്പോൾ യൂസ് ഓഫ് ട്രാക്ടർ മണ്ണൊക്കെ നിലം ഉഴുതു മറിക്കാൻ വേണ്ടി നമ്മൾ ട്രാക്ടർ ഉപയോഗിക്കുന്നുണ്ട്. പല മെഷീൻസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഉണ്ട് അല്ലേ. അത്യുൽപാദന ശേഷിയുള്ള സീഡുകൾ പുതിയ വെറൈറ്റി ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഹൈബ്രിഡ് വെറൈറ്റി സീഡുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെന്താണ് ഓർഗാനിക് ഫാമിംഗ് നടത്താൻ പറ്റും. എന്താണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് കെമിക്കൽ പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഈ പറഞ്ഞ ഓർഗാനിക് ഫാമിംഗ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ ഈ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്തൊക്കെയാണ് ഫസ്റ്റ് നെയിം വൺ കാരിഫ് ക്രോപ്പ്. നമ്മൾ രണ്ട് ടൈപ്പ് ക്രോപ്പിന് പറഞ്ഞില്ലേ സീസൺ അനുസരിച്ച്. അതിൽ ഒന്നാമത്തെയാണ് കാരിഫ് ക്രോപ്പിന് എന്താണ് വീറ്റ് നമുക്ക് എന്ത് പറയാം ഒരു കാരിഫ് ക്രോപ്പായിട്ട് പറയാൻ പറ്റും. വാട്ട് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് സോയിൽ ഫെർട്ടിലിറ്റി നാച്ചുറലി നമുക്ക് മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്താ ഉപയോഗിക്കുന്നത് മാനുവേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഫെർട്ടിലൈസർ അല്ല എന്താ ഉപയോഗിക്കുന്നത് മാനുവർ ഉപയോഗിക്കാൻ പറ്റും. വിച്ച് മെത്തേഡ് യൂസ്ഡ് ഇറിഗേഷൻ സേവ്സ് ദ മോസ്റ്റ് വാട്ടർ. അപ്പം വെള്ളം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇറിഗേഷൻ മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ് നമ്മൾ പറയുന്നുണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ ഉണ്ട്. എന്താണ് ഡ്രിപ്പ് ഇറിഗേഷൻ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇറിഗേഷൻ ടെക്നിക്സ് ഉണ്ട് മോഡേൺ. അതൊന്നാണ് ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ. ആ ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്ടർ മാക്സിമം സേവ് ചെയ്തുകൊണ്ട് എല്ലാ സസ്യങ്ങൾക്കും നമുക്ക് നമ്മുടെ വിളകൾക്ക് മാക്സിമം വാട്ടർ എത്തിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊന്ന്. അടുത്ത എന്താണ് വാട്ട് ഡു വി കോൾ അൺവാണ്ടഡ് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ വിത്തിൻ ദ ക്രോപ്സ്. നമ്മൾ പറഞ്ഞു നമ്മൾ ആവശ്യമില്ലാതെ പ്ലാന്റ്സുകൾ വളരുവാണെങ്കിൽ എന്താ വിളിക്കുക നമ്മുടെ ക്രോപ്സിനിടയിൽ വളരുന്ന അനാവശ്യ പ്ലാന്റിനെ വിളിക്കുന്ന പേരെന്താണ് വീഡ്സ്. എന്താ വിളിക്കുക വീഡ്സ് കളകൾ നമ്മൾ മലയാളത്തിൽ പറയും. അതിനെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നത് വീഡിസൈഡ് ഉപയോഗിക്കുന്നത്. എന്താ ഉപയോഗിക്കുന്നത് വീഡിസൈഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ്.